അതെ, ആശയ്ക്കെന്തോ പറയാനുണ്ട്. എന്താന്ന് കേട്ടാലോ? ആശ. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ആശ എന്നാണ്. ഇതിനു മുമ്പ് ഞാനൊരു കൃഷ്ണാനുഭവം എഴുതി അയച്ചിരുന്നു. സാർ അത് വായിച്ചിരുന്നു. എൻ്റെ ഒരു അനുഭവം കൂടി എഴുതുകയാണ്. അങ്ങിത് വായിക്കണം. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഞാനും എൻ്റെ കുടുംബവും ഗുരുവായൂരിൽ വർഷങ്ങൾക്ക് ശേഷം പോയിരുന്നു. പോകുമ്പോഴേ അവിടുത്തെ പ്രസാദം ഒരു നേരമെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. രാവിലേക്കും ഉച്ചയ്ക്കുള്ള ക്യൂ കാരണം കഴിക്കാൻ സാധിച്ചില്ല. ആർക്കും ക്യൂ നിൽക്കാനൊന്നും വയ്യ. എനിക്ക് പ്രസാദം കഴിക്കണമെന്ന ആഗ്രഹവും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മടങ്ങുകയും ചെയ്യും. ഏതായാലും രാത്രി എനിക്ക് പ്രസാദം കഴിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ക്യൂവിൻ്റെ അടുത്ത് പ്രസാദം കഴിക്കുന്നത് വാതിലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ക്യൂവിലേക്ക് പോകാൻ 8 വയസ്സുള്ള മോള് സമ്മതിക്കുന്നതുമില്ല. ആ സമയത്ത് പ്രസാദം കഴിക്കുന്നതിൻ്റെ ക്യൂവിൻ്റെ വാതിൽ തുറന്നു. എല്ലാവരും ക്യൂവിൽ കയറി. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാനും പ്രസാദം കഴിക്കുന്ന സ്ഥലത്ത് കയറി. കൂടെ നിന്ന മകളെയും ഭർത്താവിനെയും ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ പ്രസാദം കഴിച്ച് ഗുരുവായൂരപ്പനോട് നന്ദിയും പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മോള് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അവൾക്കും പ്രസാദം കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് സെക്യൂരിറ്റി ചോദിച്ചു, കുഞ്ഞിനെ കൂട്ടി ഒന്നുകൂടെ കയറ്റാമെന്നു. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല, പിന്നീട് കയറ്റി. കൂടെ ഞാനും. പ്രസാദം വിളമ്പിട്ടോ. നല്ല വെന്ത ചോറായിരുന്നു. ഒരു ചെറിയ കഷ്ണം പോലെ ഇലയിലേക്ക് വീണു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ചെറിയ കഷ്ണമല്ലേ, അവൾക്ക് കഴിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ കഴിച്ചു തുടങ്ങി. അപ്പോൾ കഥ മാറി. ചോറ് കറികളും കൂട്ടി കഴിക്കാൻ തുടങ്ങിയപ്പോൾ അതങ്ങ് കൂടുതലായി വരുന്നത് പോലെയായി. 3-4 വായ കഴിച്ചപ്പോൾ അവളുടെ വയറ് നിറഞ്ഞു. പ്രസാദം കളയുവാൻ പറ്റുമോ? ഞാൻ കഴിക്കാൻ തുടങ്ങി. വീണ്ടും ഒഴിച്ചു. കറി തന്നു, വെള്ളം തന്നു. ചോറ് കഴിക്കും, വെള്ളം കുടിക്കും എന്ന അവസ്ഥയിൽ ഏതായാലും ഞാനത് തീർത്തു. എനിക്ക് അനങ്ങാൻ പറ്റാത്ത തരത്തിൽ വയറ് നിറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഫോട്ടോയിൽ നോക്കി ഞാൻ ചോദിച്ചു, എനിക്ക് കുറച്ച് പ്രസാദം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. ഇതിപ്പോൾ നടക്കാൻ വയ്യാതെയായി. ഇതെൻ്റെ നല്ലൊരു അനുഭവമായിരുന്നു. കുറച്ച് നീണ്ടുപോയി. എങ്കിലും സാർ ഇത് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്താ കഥ? ചെറിയ അനുഭവമാണ്, ഒന്നുമല്ല. ഇതൊക്കെയാണ് ഭഗവാൻ. അങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പരീക്ഷണ വസ്തുവായിട്ട് ഭഗവാന്റെ മുന്നിൽ അങ്ങനെ പോയി നിൽക്കുകയാണ്. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മുല്ലയും ചൂടി കഥയും പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ കണ്ണനോട് നമ്മൾ ഓരോ ആഗ്രഹവും പറയും. എന്നാൽ പിന്നെ ഏതായാലും ഗുരുവായൂർ വന്നല്ലേ, ഒരു ചെറിയ പണി കൊടുക്കാമെന്ന് കണ്ണനും അങ്ങനെ വിചാരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് അനുഭവങ്ങൾ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറേ മിസ്സായിരുന്നു എന്ന്. അപ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുക കേട്ടോ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് സന്തോഷത്തോടെ വരാം. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ കുറേ സമാന പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഹരേ കൃഷ്ണ.